ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരും കണ്ടു നോക്കും കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമ്പഴം ഇതിൽ കിടന്ന് വേവാണ് കേട്ടോ. അപ്പൊ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, ഒരു കുറച്ച് മതി കേട്ടോ മുളക് പൊടി, കാരണം നമ്മൾ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്പൂണ്, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, പിന്നെ ആ ഒരു ചെറിയ സ്പൂണ് മൊത്തം ഒരു മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 5 വെല്ലം ശർക്കരയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതിലൊരു 7 മാങ്ങ ഉണ്ട്. അപ്പൊ 7 മാങ്ങയ്ക്ക് ഒരു 5 ശർക്കരയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് മധുരം കൂട്ടണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ ഒരു 5 വെല്ലം ശർക്കര ആട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും നമ്മൾ എടുക്കാം. എന്നിട്ട് ഇതിലൊഴിച്ച് നമ്മൾ വേവിക്കണതാണ് ഈ കാണുന്നത്. ഒരു 10-15-20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് തിക്കാവണ വരെയാണ് ചെയ്യണത്. അപ്പൊ അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പൊ അത് വരെ ഒന്ന് വേവിക്കാം. നിങ്ങളൊരു 20 മിനിറ്റ് നിങ്ങൾ തിളപ്പിച്ചോട്ടാ, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ സംഭവം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്യണം. തൈര് എത്ര പാക്കറ്റ് എടുത്തിട്ടുണ്ട്? ഒരു പാക്കറ്റ് തൈരാണ് എടുക്കുന്നത്. ഒരു പാക്കറ്റ് തൈര് എന്ന് വെച്ചൊന്ന് കാണിച്ചത് ഞങ്ങൾ ഇല്ലം തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പൊ ഈ ഒരു തൈരിന്റെ പാക്കറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല പുളിയുള്ള തൈരായിട്ട്. എനിക്ക് അത്യാവശ്യം പുളി വേണ്ട. ചിലവര് പുളി ഇല്ലാത്ത തൈരിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യം കുറച്ച് പുളി വേണം, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക. ആ പുളിയും അതിനും കൂടി ആവുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അതേ മൊത്തം ഒഴിച്ചിട്ടുണ്ട് എനിക്ക്. അതേ തൈരൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളക്കണം കേട്ടോ. അപ്പൊ അത്യാവശ്യം തിളച്ച് വരുമ്പോ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ഇനി ആഡ് ചെയ്യാനുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പൊ നമ്മളിത് പുളി നോക്കിയപ്പോ നമ്മൾ മധുരം നോക്കിയപ്പോ മധുരം എനിക്ക് ഇത്തിരി കുറവുള്ള പോലെ തോന്നി. അപ്പൊ നമുക്കൊരു 2-3 വെല്ലം കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞങ്ങളിപ്പോ ഒരു 2 വെല്ലം കൂടി ഇടാൻ കേട്ടോ. ഒരു 2-3 നമുക്ക് എനിക്ക് ഇത്തിരി മധുരം വേണം. അതുകൊണ്ട് മധുരത്തിന് നമ്മൾ ഇത്തിരി കൂടി ആഡ് ചെയ്യാൻ പോവാം. അത് ഇട്ടോ 1, 2. അപ്പൊ ഒന്നുകൂടി മധുരം വരുമ്പോ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. തിളച്ചിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് അരപ്പിലേക്കുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതെ ഇതുപോലെ ഒരു ജാറിൽ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. നമ്മളൊരു വലിയ നാളികേരത്തിന്റെ അരമുറി നാളികേരം ചിരകി നമ്മള് ജാറിലേക്ക് ഇടാൻ കേട്ടോ. അപ്പൊ ഒരു വലിയ പച്ചമുളക് ഇടാൻ കേട്ടോ നീ. പിന്നെ ഒരു സ്പൂണ് ജീരകം ഇടാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ. നമുക്കിത് അരച്ചിട്ട് വരാം. അതെ ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെച്ചോട്ടാ, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല അത്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അരച്ചതൊക്കെ കൂടിപ്പോയെന്നൊന്നും ചിന്തിക്കരുത്, ആഡ് ചെയ്യാം. അല്ലേ ഇതൊന്ന് തിക്കാവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ മാമ്പഴത്തിന്റെ പൊടിയും ശർക്കരക്ക് അതിൽ പിടിച്ച് നല്ല അടിപൊളി കൺസിസ്റ്റൻസിലേക്ക് എത്തും. അതെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് ഒന്ന് വറ്റി വരണമല്ലോ. അപ്പൊ ഒരു 10-20-25 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. അതുവരെ തിളക്കട്ടെ. നമ്മളിതേ മാമ്പഴ പുളിശ്ശേരി നമ്മള് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനെ കട്ടിന്ന് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാര്യങ്ങൾ താളിക്കാനുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് കത്തിക്കാൻ പോവാണ്. ചീഞ്ചട്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് ഇടുന്നത്? ഇനി ഇതിലേക്ക് ഉലുവ, കടുക്, ഇത് രണ്ടും ഇടാം. പിന്നെ വറ്റൽമുളക്, വേപ്പില, ഇതൊക്കെയാണ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിട്ട് ഇടാം. സ്പൂണ് കടുകാണ് ഇനി ഇടേണ്ടത്. കടുക് കൂടുതൽ വേണം അല്ലേ. പിന്നെ ഉലുവ ഒരു 3/4 ഇട്ടാം. അത്ര നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് മുഴുവൻ മുളക് ഇടാം. കുറച്ച് മീൻ ഇട്ടാം. പിന്നെ കുറേ വേപ്പിലിടാം. വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം.
ആ ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഇടാം. വേഗം തന്നെ അടച്ചു വെക്കാം. ഇനി അതിൽ കിടന്ന അത് നന്നായിട്ട് ആ സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങി വന്ന് ശരിയാക്കി എടുക്കണം. നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ആ സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അതിൽ കിടക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇളക്കില്ല ഇത് ഇപ്പൊ തന്നെ കാണാൻ ഇത് ഭംഗിയല്ല കളറൊക്കെ. ഇത് ഇളക്കിയെടുക്കാം. ഓ അടിപൊളി, നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് നോക്കിക്കാം. നമ്മൾ തൃശ്ശൂര് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കാറുള്ളത്, നിങ്ങൾ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പൊ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കണ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല കുറച്ചധികം ഉണ്ട്. ഒരു 7 മാമ്പഴം ഉണ്ട്. അതില് മോസ്റ്റ്ലി ഒരു 3 ഞാൻ തന്നെ എടുക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. അടിപൊളി. നമുക്കൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ കൊതിയാവ. നമുക്ക് ചൂടാറിയിട്ട് കഴിക്കാം. വായിന്ന് വെള്ളം വീഴേ. സൂപ്പർ. മാമ്പഴപ്പുളിശ്ശേരി കഴിക്കുമ്പോ അപ്പ വായിന്ന് വെള്ളം വരും. സൂപ്പർ. ഞാൻ ഇതിങ്ങനെ കഴിക്കാൻ നിന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് നാളത്തേക്കാവുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ തലേ ദിവസത്തെ മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇരിക്കുന്നതോറും അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോ ഇതിലെ പുളിയും എല്ലാം പാകമാണ്. പിന്നെ മാങ്ങയുടെ അനുസരിച്ചിരിക്കും. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ശർക്കര ഇനിയും ആഡ് ചെയ്യാം നമുക്ക്. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പൊ നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും വിഷുവിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി തന്നെയാണ്. ഞങ്ങളുടെ ഇവിടേക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങള് ഇങ്ങനെയാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നിങ്ങളവിടെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വ്യത്യാസമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും മാമ്പഴപ്പുളിശ്ശേരി നാളത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. നാളത്തേക്ക് ഇന്ന് ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും. മാമ്പഴപ്പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.